പുതുമുഖങ്ങൾക്ക് നിങ്ങൾ സീറ്റ് കൊടുക്കില്ലേ എന്ന് ചോദിച്ചാൽ 80-ൽ പുതുമുഖങ്ങൾക്ക് സീറ്റ് കൊടുത്തിരുന്നു എന്നതാണ് മറുപടി. 80-ലെ യുവജനത ഇന്നിപ്പോൾ എന്താണ് അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ പുതുമുഖങ്ങൾ വരണം എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ആലപ്പുഴ സീറ്റിൽ അങ്ങനെ ഒരു പുതുമുഖം മത്സരിക്കാൻ ആഗ്രഹമുണ്ടെന്ന് അറിയിച്ചിരിക്കുന്നു KPCC വക്താവ് അനിൽ ബോസ്. KC വേണുഗോപാൽ മത്സരിക്കുന്നില്ലെങ്കിൽ സ്ഥാനാർത്ഥിയാവാൻ തയ്യാറാണ്. സമുദായ സമവാക്യം പരിഗണിക്കുമ്പോൾ ആലപ്പുഴയിൽ മത്സരിക്കാൻ യോഗ്യനാണെന്നും ഇക്കാര്യം നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നും അനിൽ ബോസ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. ആലപ്പുഴ മണ്ഡലത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടും നിരവധി പ്രചാരണങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നു. ചില വാർത്തകളായി ചില കാര്യങ്ങൾ മുന്നോട്ട് വരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ KPCC വക്താവായിട്ടുള്ള ആലപ്പുഴയിൽ നിന്ന് തന്നെയുള്ള കോൺഗ്രസ് നേതാവ് ശ്രീ അനിൽ ബോസ് നമ്മളോടൊപ്പം ചേരുന്നു. ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് സാഹചര്യങ്ങളും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കുന്നു. എന്താണ് ആലപ്പുഴയിൽ വലിയ ചർച്ചകൾ നടക്കുന്നു? ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിനുള്ളിൽ നിന്ന് നിരവധി പേരുകൾ കേൾക്കുന്നു. ആലപ്പുഴയിലെ സാഹചര്യം എന്താണ്? ഇല്ല, ഒരു സീരിയസ് ആയ തെരഞ്ഞെടുപ്പ് റിവ്യൂവിലേക്ക് പാർട്ടി കടന്നിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് 14-ാം തീയതിയോടുകൂടി പാർട്ടി വളരെ ഗൗരവപൂർവമായ ഒരു സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷനിലേക്ക് കടക്കും. പിന്നെ ഊഹാപോഹങ്ങൾ ഒരുപാട് പേരുടേതായി പ്രചരിക്കുന്നുണ്ട്. അത് നമുക്ക് തെറ്റു പറയാൻ കഴിയില്ല. കാരണം 10ഉം 15ഉം തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടും കൊതി തീരാത്ത ഒരുപാട് ആളുകൾ ഉള്ളപ്പോൾ പുതിയ ആളുകൾ അതൊന്നും ആഗ്രഹിക്കുന്നതിൽ ആർക്കും തെറ്റു പറയാൻ കഴിയില്ല. പിന്നെ നിലവിലെ സാഹചര്യത്തിൽ ആലപ്പുഴ പോലൊരു സീറ്റിൽ പൊതുവായി ഉയർന്നു വരുന്ന അഭിപ്രായം ശ്രീ KC വേണുഗോപാൽ മത്സരിക്കണം എന്നാണ്. അദ്ദേഹത്തിന്റെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ, അതിന്റെ തുടർച്ചയിൽ എന്താവും തീരുമാനം എന്ന് നമുക്കറിയില്ല. പക്ഷെ പൊതുവെ എല്ലാവർക്കും വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥി ശ്രീ KC വേണുഗോപാൽ ആണ് എന്നതാണ് പൊതുവായ അഭിപ്രായം. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ഇലക്ഷൻ കമ്മിറ്റിയാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. അദ്ദേഹവും ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയിലാണ് ഇരിക്കുന്നത്. അത് സംബന്ധിച്ച് കണ്ണൂരും ആലപ്പുഴയും തമ്മിൽ സീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. കണ്ണൂർ സീറ്റ് സമുദായ അവസ്ഥയൊക്കെ പരിഗണിച്ചുകൊണ്ട് കണ്ണൂർ ആലപ്പുഴ സീറ്റുകൾ തമ്മിൽ വെച്ചുമാറുമെന്നുള്ള ചില പ്രചാരണങ്ങൾ കേൾക്കുന്നുണ്ട്. അത്തരത്തിൽ അടിസ്ഥാനമുണ്ടോ അത്തരം കാര്യങ്ങൾക്ക്? അല്ല, ഇതിന്റെ അകത്ത് വരുന്ന വാർത്തകൾ നേതാക്കന്മാരുടേതായ ക്യാമ്പിലെ ചർച്ചകളിലും സിറ്റിംഗ് കാൻഡിഡേറ്റ്സിനൊന്നും മാറ്റമില്ല എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഞാനത് പൂർണ്ണമായി വിശ്വസിക്കുന്നില്ല. കാരണം ഇവിടെ തന്നെ ശ്രീ KC വേണുഗോപാൽ മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായിട്ടും സിറ്റിംഗിൽ പോലും പൊളിച്ചെഴുത്തുകൾ വേണ്ടിവരുമെന്ന് വിലയിരുത്തുന്ന ഒരാളാണ് ഞാൻ. അതൊക്കെ പറയാൻ ആധികാരികമായി എനിക്ക് അധികാരമില്ല. പക്ഷേ അത് പാർട്ടിയുടെ സീനിയർ ലീഡർഷിപ്പാണ് അത് തീരുമാനിക്കുന്നത്. പിന്നെ നിലവിൽ ഇപ്പോൾ കണ്ണൂരിൽ KPCC പ്രസിഡന്റ് മത്സരിക്കാത്തൊരു സാഹചര്യം ഉണ്ടായാൽ അവിടെ ഒരു പുതിയ ആൾ വരും. ഇവിടെ KC വേണുഗോപാൽ സ്ഥാനാർത്ഥിയായില്ലെങ്കിൽ ഇവിടെയും പുതിയൊരാൾ വരും. എന്തായാലും സാമുദായിക സന്തുലനാവസ്ഥ പാലിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം ബന്ധപ്പെടുത്തി ചോദിക്കുകയാണ്, ആലപ്പുഴയിലെ ചില പേരുകാർക്കൊപ്പം ഷാനിമോൾ ഉസ്മാൻ, A ഷുക്കൂർ, MM ഹസൻ, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നീ പേരുകാർക്കൊപ്പം താങ്കളുടെ പേരും കേൾക്കുന്നുണ്ട്. മത്സരിക്കാൻ തയ്യാറാണോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഏതൊരു വ്യക്തിക്കും ഇത്തരം പദവികൾ കിട്ടിയാൽ കഴിക്കത്തില്ലല്ലോ. അപ്പൊ നിലവിൽ എന്നെ സംബന്ധിച്ചിടത്തോളം 10-38 വർഷമായി വിദ്യാർത്ഥി കാലം മുതൽ നിൽക്കുന്ന ഒരാളാണ്. KC വേണുഗോപാൽ മത്സരിക്കുന്നില്ല എന്നൊരു സാഹചര്യമുണ്ടായാൽ തീർച്ചയായിട്ടും ഒരു പുതിയ ആളെ പരിഗണിക്കുമെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്താ തെറ്റ്? ആഗ്രഹിക്കുന്നുണ്ട്. അല്ല, ആഗ്രഹിക്കുന്ന തെറ്റ് കാണിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞത് 10 തെരഞ്ഞെടുപ്പിലും 14 തെരഞ്ഞെടുപ്പിലും മത്സരിച്ച ആളുകളുണ്ട്. 8 തെരഞ്ഞെടുപ്പിലും 9 തെരഞ്ഞെടുപ്പിലും മത്സരിച്ച ആളുകളുണ്ട്. അവർക്കെല്ലാം മത്സരത്തിന്റെ കൊതി തീർന്നിട്ടില്ലെങ്കിൽ ഒരു പുതിയ വ്യക്തി എന്നുള്ള നിലയിൽ ഈ നിയമസഭയിലോ ലോക്സഭയിലോ മത്സരിക്കാത്ത ഒരാൾ, പാർട്ടിക്ക് വേണ്ടി മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന ഒരാൾ ആഗ്രഹിക്കുന്നില്ല. എന്താ തെറ്റ്? തീർച്ചയായും സമവാക്യങ്ങൾ പരിഗണിക്കുമ്പോൾ താങ്കൾക്ക് സ്ഥാനാർത്ഥിയാകാൻ സാധിക്കുമെന്ന് കരുതുന്നുണ്ടോ? അല്ല, അത് സാമുദായിക സന്തുലനാവസ്ഥ പരിഗണിച്ചുകൊണ്ടായിരിക്കും കണ്ണൂരിലും ആലപ്പുഴയിലും സ്ഥാനാർത്ഥിത്വം വരുന്നത്. നിലവിൽ പല സാഹചര്യങ്ങളും വരുമ്പോൾ നമ്മുടെ സാധ്യതകളൊന്നും ആരും തള്ളിക്കളയുമെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ പാർട്ടി എന്ത് തീരുമാനമെടുത്താലും അതനുസരിക്കുക, പാർട്ടി ആരെ തീരുമാനിച്ചാലും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക, പോസ്റ്റർ ഒട്ടിക്കുന്ന ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളിലും പങ്കാളിയാകുക എന്നുള്ളതാണ്. വ്യക്തിപരമായി ഞാൻ വീണ്ടും ആത്മാർത്ഥമായിട്ട് പറയുന്നു, ആലപ്പുഴയിൽ KC വേണുഗോപാൽ മത്സരിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. എല്ലാ കോൺഗ്രസുകാരുടെയും പൊതുവായിട്ടുള്ള ആഗ്രഹമാണ്. സ്ഥാനാർത്ഥി ചുരുക്കപ്പട്ടികയിലേക്ക് താങ്കളുടെ പേരും ഉയർന്നു കേട്ടു തുടങ്ങിയിരിക്കുന്നു. അത് നമ്മൾ ഉൾപ്പെടുത്തിക്കോട്ടെ, എന്താണ് പറയുന്നത്? അല്ല, അതിന്റെ അകത്ത് ഞാൻ പറഞ്ഞല്ലോ, ടു ബി ഫ്രാങ്ക്, KC വേണുഗോപാൽ മത്സരിക്കാത്ത ഒരു സാഹചര്യത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ പരിഗണിക്കുന്ന ചർച്ചകൾ നടക്കുമ്പോൾ എനിക്ക് എന്താണ് അയോഗ്യത? ഞാൻ ആഗ്രഹിക്കുകയല്ലേ. അത് ആഗ്രഹിക്കുന്നതിൽ എന്താ തെറ്റ്? ആവശ്യം നേതാക്കന്മാരുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തിയിട്ടുണ്ട്, ഇൻക്ലൂഡിംഗ് KC വേണുഗോപാൽ. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത്, അദ്ദേഹം മത്സരിക്കാത്തൊരു സാഹചര്യമുണ്ടെങ്കിൽ പരിഗണിക്കുമ്പോൾ നമ്മുടെ ഇന്നലെ വരെയുള്ള കോൺട്രിബ്യൂഷൻസ് പരിഗണിച്ച് അവസരം തന്നാൽ
ഒരു നല്ല കാര്യമാണ് എന്ന് ഒരു നമ്മുടെ ആഗ്രഹം അല്ലെങ്കിൽ അഭിപ്രായം അത് നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. KPC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും അടക്കമുള്ള മുഴുവൻ ആളുകളുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അവരാണ് തീരുമാനിക്കുന്നത്. അവർക്ക് സ്യൂട്ടബിൾ എന്ന് തോന്നുന്ന തീരുമാനമെടുക്കും. ഏത് തീരുമാനമെടുത്താലും ആരെ സ്ഥാനാർത്ഥിയായാലും അംഗീകരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഒരു പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ നമുക്ക് ചെയ്യാൻ കഴിയുക. LDF വലിയ മേൽക്കോയ്മയുള്ള നിയമസഭാ മണ്ഡലങ്ങളുള്ള ഒരു ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച് ജയിക്കാനാകുമെന്ന് കരുതുന്നുണ്ടോ? പ്രധാനപ്പെട്ട പേരുകളാണ് LDF സ്ഥാനാർത്ഥിയായി ആലപ്പുഴ മണ്ഡലത്തിൽ ഉയർന്നു കേൾക്കുന്നത്. അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് സിറ്റിംഗ് MP തന്നെ വീണ്ടും മത്സരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരുടെ ഔദ്യോഗികമായ തീരുമാനം അവർ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കാര്യം എനിക്ക് ഉറപ്പായിട്ട് പറയാൻ കഴിയും, ആലപ്പുഴയിൽ വലിയ ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥിക്ക് ജയിക്കാം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എന്ന കാര്യത്തിൽ തർക്കമില്ല. പിന്നെ നേരത്തെ നിങ്ങൾ ചോദിച്ചതുപോലെ നിയമസഭാ സ്ഥാനാർത്ഥിത്വത്തിൽ അടക്കം തിരിച്ചടികൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ജില്ലയാണ്. അതിന് തക്കതായ റീസൺസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രസക്തമാണ് സാമുദായിക സന്തുലനാവസ്ഥ എന്ന് പറയുന്നത്. അതൊക്കെ പരിഗണിക്കണം. ഒരു തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ഇടതുപക്ഷത്തിന് മേൽക്കൈ ഉണ്ടായിട്ടുള്ളത്, അവര് പ്രത്യയശാസ്ത്ര രാഷ്ട്രീയത്തിൽ നിന്നും സാമൂഹിക സന്തുലനാവസ്ഥയിലേക്ക് എങ്ങനെ മാറി, അത് മുൻകാലത്ത് ലീഡർ K കരുണാകരൻ ഉണ്ടായിരുന്ന കാലത്ത് എങ്ങനെയായിരുന്നു നമ്മുടെ മുന്നണി സംവിധാനം ക്രമീകരിച്ചിരുന്നത്. അപ്പൊ അവിടെ എവിടെയാണ് നമുക്ക് പിഴവ് വന്നത് എന്ന് പരിശോധിച്ച് തിരുത്തിയാൽ നിയമസഭയിലും കൂടുതൽ സീറ്റുകളിൽ നമുക്ക് ജയിക്കാൻ കഴിയുന്ന ജില്ലയാണ് ആലപ്പുഴ. ആ കാര്യത്തിൽ തർക്കമില്ല. വ്യക്തമാക്കുകയാണ് അദ്ദേഹം. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ തന്റെ പേരിനും ഇടം പിടിക്കാനാകും, തനിക്കും സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള എല്ലാവിധ യോഗ്യതകളും ഉണ്ട് എന്ന് തന്നെയാണ്. കോൺഗ്രസിൽ ആലപ്പുഴ മണ്ഡലത്തിൽ ഉയർന്നു കേൾക്കുന്ന പേരുകളിലേക്ക് ഈ നിമിഷം മുതൽ അനിൽ ബോസിന്റെ പേര് കൂടെ കേട്ടു തുടങ്ങുകയാണ്. ആലപ്പുഴയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് S. അജിത് കുമാറിനൊപ്പം റിപ്പോർട്ടർ ലെവിൻ K. വിജയൻ, ഇൻ റിപ്പോർട്ടർ.